ഇന്നത്തെ വീഡിയോ ചൂല് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഈ ചൂലിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തൂക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ തൂക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇളകി വീഴുക, അല്ലെങ്കിൽ ഈ കെട്ട് ലൂസാവുക, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. അപ്പോൾ ഇന്ന് മിക്ക വീടുകളിലും പ്ലാസ്റ്റിക് ചൂലായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഗ്രാമപ്രദേശങ്ങളിൽ ചില പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും ഈ ചൂല് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കെട്ട് മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ ഈ ഇവിടെ ടൈറ്റ് ചെയ്യാം, അതായത് ടൈറ്റ് ചെയ്ത് ഈ ചൂലൊന്നും ഇങ്ങനെ ഊരി വരാതെ, ഈക്കിലൊന്നും ഇങ്ങനെ ഊരി വരാതെ എങ്ങനെ ടൈറ്റ് ചെയ്യാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചൂല് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ആവശ്യം. പ്ലാസ്റ്റിക് ബോട്ടിൽ ഇങ്ങനെ കണ്ണുള്ള ടൈപ്പാണ് കേട്ടോ ആവശ്യം. ഇങ്ങനെ കണ്ണുള്ള ടൈപ്പാണ് ആവശ്യം. നമ്മൾ ഈ കണ്ണ് കട്ട് ചെയ്യണം. ഈ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്കാണ് നമ്മൾ ചൂല് കയറ്റി ടൈറ്റ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഇതുപോലെ തള്ളി നിൽക്കുന്ന ബോട്ടിലാണ് ആവശ്യം കേട്ടോ, താഴത്തെ സൈഡ് ഇങ്ങനെ തള്ളി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോന്നായിട്ട് നമ്മൾ കട്ട് ചെയ്യുക. ഇങ്ങനെ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പീസായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിനുശേഷം കുപ്പിയുടെ മറുഭാഗത്തിൻ്റെ, അതായത് കുപ്പിയുടെ ഓപ്പോസിറ്റ് ഇത് അവിടെ വെച്ചൊന്ന് കട്ട് ചെയ്യുക. കറക്റ്റ് റൗണ്ട് ഷേപ്പിൻ്റെ അവിടെ വെച്ചൊന്ന് കട്ട് ചെയ്തങ്ങ് എടുക്കുക. നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ കെട്ട് ലൂസാവുകയോ അല്ലെങ്കിൽ ഇത് ഈക്കലൂരി പോവുകയോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നമ്മളിതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചൂലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കെട്ടൊന്ന് അഴിച്ചെടുക്കുക. കെട്ടഴിച്ചെടുത്തിട്ട് കുറേശ്ശെ, അപ്പോൾ ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് കുപ്പിയുടെ അകത്തൂടെ കയറ്റി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഹോളിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എന്ത് ചെയ്യുക, മൊത്തം ഫില്ല് ചെയ്തെടുക്കണം. ഇതുപോലത്തെ ചൂലൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കിത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മളിപ്പം സെറ്റ് ചെയ്തതുപോലെ എല്ലാ ഈക്കിലും സെറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാ ഹോൾ വഴിയും നമ്മൾ കയറ്റി നല്ല സെറ്റ് ചെയ്തെടുക്കുക. നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ചിലവൊന്നും വരുന്നില്ല. കാരണം ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഇന്ന് കിട്ടുന്ന ഐറ്റംസ് ആണ്, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചിലവില്ലാതെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സെറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതുപോലൊരു പീസായിരിക്കും നമുക്ക് കിട്ടുക. എല്ലാ ഈക്കിലും നമ്മളിതിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ, എല്ലാ ഈക്കിലും ഇതിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മളൊന്ന് പ്ലാസ്റ്റിക് ബോട്ടിലൊന്ന് ചൂടാക്കി കൊടുക്കണം. ചൂടാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുകി ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചവർ കൂട്ടിയിട്ടാണ് കത്തിക്കുന്നത്. ഗ്യാസ് അടുപ്പിലൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഉരുകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാകുമ്പോഴത്തേക്ക് ചൂട് കൂടുതലായതുകൊണ്ട് ഒറ്റ കറക്കി തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടുന്നതായിരിക്കും. തീ ഇപ്പം നല്ലതുപോലെ ഒന്ന് കത്തിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെ ചൂല്, ആ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ വെച്ചിട്ടുള്ള ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഒന്ന് കറക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഉണ്ടാ പണി കഴിഞ്ഞു, സെറ്റായിട്ടുണ്ട് കേട്ടോ. ചൂടാക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് പ്ലാസ്റ്റിക് ബോട്ടിലൊന്ന് തണുക്കാനൊന്ന് സമയം കൊടുക്കണം. നമുക്കിനി സിമ്പിളായിട്ട് മുറ്റ അടിക്കാം കേട്ടോ, സിമ്പിളായിട്ട് മുറ്റ അടിക്കാം. നമ്മുടെ ചൂല് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വലിച്ചാൽ പോലും വരില്ല കേട്ടോ, നല്ല സ്ട്രോങ് ആണ് കേട്ടോ, വലിച്ചാൽ പോലും വരത്തില്ല. അതുമാത്രമല്ല ജസ്റ്റ് ഒന്ന് ഇത് കാണിച്ചാൽ മതി, തീയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇത് ഉരുക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഉരുക്കി ഒന്ന് ജാമാവുള്ള സമയം മാത്രം കൊടുത്താൽ മതി. ഇനി ഇത് വലിച്ചാൽ പോലും വരത്തില്ല, സെറ്റ് സാധനമാണ്. കെട്ടിൻ്റെ ആവശ്യം അങ്ങനെയൊന്നുമില്ല. ഈ ചൂല് ലൂസാവുമെന്ന് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് മുറ്റ അടിക്കാവുന്നതാണ്.